ഇന്ന് തോട്ടത്തിൽ ചെന്നിട്ട് അള്ളാഹുവേ തലവേദന വരുത്തല്ലേ പടച്ചോനേ എന്നും പറഞ്ഞിട്ടാണ് നിന്നത്. പൊടി മോനെയും കൊണ്ടാണ് പോയത്. കാരണം എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ പണ്ട് പണ്ട് പായ കപ്പല് കയറിക്കൊണ്ടേ വിടവിലണഞ്ഞല്ലോ മാലിക്കും ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൻ സന്ദേശം കൊണ്ട് അടുത്ത് പറയാം. ഉപ്പായും ഉമ്മയും കുറച്ച് ബേക്കിലോട്ടായതിൻ്റെ കാരണം എൻ്റെ കുട്ടിയിലേ ഉള്ള ഹോസ്പിറ്റൽ കാര്യം കൊണ്ടാണ്. കാരണം എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പം വയറിലൊരു മുഴ വളർന്നു, അതായത് ഒരു ഛർദിൽ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് 5ാം ക്ലാസ് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടി 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. 5-ലല്ലേ നമുക്ക് ഹിന്ദി തുടങ്ങുന്നത്. എന്നാൽ 10ാം ക്ലാസ്സിൽ എനിക്ക് ഹിന്ദി K+ ഉണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇതിൽ കിടപ്പുണ്ട്. അങ്ങനെ ഛർദിൽ വന്നപ്പോൾ ഞാൻ കടക്കൽ സ്കൂളിലാണ് പഠിച്ചതും. ഉപ്പ ഗൾഫിൽ പോയപ്പോൾ അനിയൻ ചെറുതായിരുന്നു. ഞാനും അനിയനും തമ്മിൽ 9-10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കാക്കച്ചി ഞാനും തമ്മിൽ 2 അത്ര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടയ്ക്ക് സ്കൂളിൽ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഛർദിൽ പോലെ വന്ന്, അപ്പോഴും ഉമ്മയും എല്ലാം ഉണ്ട്. അങ്ങനെ ഛർദിൽ വായുവാണ് കൊണ്ടിട്ടിരുന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദിലിന് ഒരു കുറവുമില്ല. മരണവേദനയോടടുത്ത വേദന പോലെ ഭയങ്കരതായിരുന്നു. അങ്ങനെ ഉമ്മ ഇങ്ങ് വന്നായിരുന്നു. ഈ ചെറിയൊരു വീടുണ്ടായിരുന്നു നമുക്ക് ഓടിട്ട. അത് വന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഉമ്മ അങ്ങ് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ, ഇവിടെ ബോസ്കോ ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. ബോസ്കോയാണ് കണ്ടുപിടിച്ചത്. എൻ്റെ അണ്ടാശയത്തിൽ ഒരു മുഴ വളർന്ന് പൊട്ടുന്ന സ്റ്റേജ് ആയിപ്പോയി. അതിലാണ് എൻ്റെ ഉമ്മായും ഉപ്പായും കുറച്ച് ബേക്കിലോട്ടായത് സാമ്പത്തികത്തിൽ. കാരണം വീടൊന്നും അതിലുള്ള വീടെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ എടുത്തുകൂട്ടി ഉമ്മാക്കും വാപ്പാക്കും മേടിച്ചെടുത്ത് അതിൽ നിന്നാണ് എനിക്ക് വസ്തു തരുന്നത്, ഇഷ്ടദാനം തരുന്നത്. എൻ്റെ ഉമ്മായി വാപ്പ ഒരു ഓടിട്ട വീടായിരുന്നു. അത് പഞ്ചായത്തിൽ നിന്ന് കാത്തിരുന്ന് പിന്നെ അവർ മെയിൻറ്റെയിൻസ് ചെയ്തൊക്കെ കാക്കച്ചിയുടെ കല്യാണത്തോടു കൂടി കുറച്ച് കടബാധ്യതയൊക്കെ വരുത്തി വെച്ച് ഒരു വീട് വെച്ച്. കാരണം ഉപ്പ വയ്യാണ്ടാണ് ഗൾഫിൽ നിന്നൊക്കെ വരുന്നത്. അങ്ങനെ എനിക്ക് ഉണ്ടാക്കിയ പൈസ മൊത്തവും അങ്ങനെ പോയി. ബന്ധുക്കളും എല്ലാം സഹിച്ചു. കാരണം എനിക്ക് CT സ്കാനും RCCയിലായിരുന്നു റിസൾട്ട് വന്നപ്പോൾ, പത്തോളജിയിൽ നിന്ന് റിസൾട്ട് വന്നപ്പം RCCയിലായിരുന്നു. അതുകൊണ്ടൊരു ക്യാൻസർ പേഷ്യൻ്റ് എന്നൊരു കുത്ത് കുറേ നാൾ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് പടച്ചോൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ശരീരത്തിൽ ഒരു മരുന്നും പ്രയോഗിച്ചില്ല. CT സ്കാനും ബ്ലഡ്, CT സ്കാൻ ബ്ലഡ് RCCയിലായിരുന്നു. +1 കാലഘട്ടം വരെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. എൻ്റെ മൂത്ത മകനെ പ്രസവിച്ച് മരിച്ചതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് ജനിതക വൈകല്യം. എൻ്റെ മോന് ഹാർട്ടിൽ 4 അറയിൽ വലത് വെൻട്രിക്കിൾ ഇല്ലായിരുന്നു. എൻ്റെ മോന് 5ാം മാസമായപ്പോഴേ ഡോക്ടർ എടുത്ത് കളയാൻ പറഞ്ഞതാണ്. എക്കോ എടുത്തപ്പം കറുത്ത അക്ഷരം പഠിച്ചിട്ടുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് സുഖപ്രസവമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ മോനിക്ക് ശ്വാസം മുട്ടൽ വന്ന് എനിക്ക് ഓക്സിജനൊക്കെ തന്ന് ഇവിടെ നിന്ന് KTCTന്ന് ചീറി പാഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് ചെന്ന് എത്തിച്ച് ഓക്സിജനും. പിന്നെ കൊച്ചിന്, അതായത് അവർക്ക് വിമ്മിഷ്ടം വരുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ SIT നമ്മളാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച് 4ൻ്റെ അന്ന് ഡിസ്ചാർജായി. 16 ദിവസം ഉണ്ടായിരുന്നു. മോൻ മരണപ്പെട്ട് എൻ്റെ ജമാഅത്തിലാണ് അടക്കിയിരിക്കുന്നത്. എൻ്റെ പൊന്നുമോ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ വാപ്പ ഖബറിൽ ഇറങ്ങിപ്പോയി പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കും. കാരണം എന്ന് വെച്ചാൽ അവനിക്കൊരു ഉപ്പയില്ലല്ലോ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ. അവൻ സ്വർഗത്തിൻ്റെ ഇതാണ്. പിന്നെ എനിക്ക് 2 വർഷത്തിന് ശേഷം എൻ്റെ മസ്റൂറ മോള് ജനിക്കുന്നത്. എൻ്റെ മോനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 11 വയസ്സ് കഴിഞ്ഞേനെ. അതുകൊണ്ട് എൻ്റെ ഫാമിലി കുറച്ച് ഡൗൺ ആയിപ്പോയി. എൻ്റെ ആദ്യം 3 മാസത്തിൽ, ആദ്യം മാസമായി, പിന്നെ 2 ആഴ്ചയായി, പിന്നെ 3 മാസമായി, പിന്നെ 6 മാസമായി. അങ്ങനെയായിരുന്നു ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് സ്കൂളിൽ ടീച്ചർക്കൊക്കെ ഒരു പരിഗണന ഉണ്ടായിരുന്നു. സ്കൂളിൽ ചെന്നില്ല എന്നുണ്ടെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ. ഏകജാലകം എഴുതുന്ന ഫസ്റ്റ് ബാച്ച് നമ്മളായിരുന്നു. പിന്നെന്താണ്, എല്ലാവരെയും ദുആയും പ്രാർത്ഥനയുണ്ട്. 3 മക്കൾ എൻ്റെ കൂടെ ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ എനിക്കൊരു ഭർത്താവില്ലാത്ത വേദന എപ്പോഴും നമുക്ക് ഉണ്ടാവുമല്ലോ. ഒരാണാണെങ്കിൽ അവനൊരു തൻ്റെ ഇടത്തോടു കൂടി സന്തോഷമായിട്ട് നിൽക്കാം. പക്ഷെ ഒരു പെണ്ണാണ് എന്നുണ്ടപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നുണ്ടാ നിങ്ങളൊക്കെ? പിന്നെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് മക്കളെ എൻ്റെ വിശേഷം. വേറെ എന്ന് പറയുന്ന എനിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബാഡ് കമൻറ്റുകളൊക്കെ എന്നെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു ഷിമിനായ എനിക്കറിയൂല അതെന്താണെന്ന്. കാരണം എന്ന് വെച്ചാൽ എന്നെ അറിയാവുന്ന എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്.
അവർക്ക് എനിക്കിപ്പം യൂട്യൂബിൽ നിന്ന് വലിയ തോനെ പൈസ കിട്ടുന്നെന്നൊക്കെയാണ് അവരെ വിചാരം. അവരെന്നെ കുറേ എന്തൊക്കെയോ പ്രശ്നത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തുന്നുണ്ട്. എനിക്ക് എന്തായാലും അള്ളാഹു സഹായിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടാ, എനിക്ക് സഹായം. കാരണം ഞാൻ സില ഡിസൈൻസിന് ഇത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അതൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാൻ RCCയിൽ കാണിച്ചപ്പോൾ എനിക്കറിയാമായിരുന്നു ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അന്നൊക്കെ ക്യാൻസറായി ഇങ്ങനെ പറയുമായിരുന്നു. ഒരുപാട് കുട്ടികളെ കണ്ടിട്ട് ഞാൻ നോക്കുമായിരുന്നു, അതിൻ്റെ കൈ എന്തേ കാലെന്തേ ഉമ്മ ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് മാസ്ക് ധരിക്കുന്ന കാരണം. പിന്നെ കാണുന്നത് കൊറോണ ടൈമിലാണ്. ഒരുപാട് ഞാൻ സങ്കടം അനുഭവിച്ച് ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടികളെല്ലാം ഇതാക്കുന്ന ഒരു രീതിയിൽ നല്ല പറയാൻ ആൾക്കാരുണ്ട്, ഒരു രീതിയിൽ ഞാൻ ബേക്കിലോട്ടൊന്നും നോക്കുന്നില്ല. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട്. പിന്നെ 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് കേക്ക് മുറിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ജോലി ചെയ്ത പൈസ എന്നൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ആമിന തൃശ്ശൂർ ഇത്ത, നിങ്ങളോട് ഞാൻ യൂട്യൂബിൽ തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം ഇത്താക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ പറ്റിയും എന്നെ പറ്റിയും നല്ലോണം എല്ലാവർക്കും അറിയാം, ഞാൻ എന്താണെന്നും എങ്ങനെയാണ് എന്നും. അപ്പോഴും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. 1 രൂപയ്ക്ക് നിവർത്തിയില്ലാത്ത ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ അനുഗ്രഹവും കരുണയും. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മക്കൾക്ക് ഒരു വാപ്പായേ ഉള്ളൂ. എന്നെ ഇനി എന്ത് കെട്ടിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ എല്ലാ ഹലാലിലുള്ള മക്കളാണ്. ആരിനി എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല. എനിക്കൊരു അഡ്രസ്സ് ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് തിരക്കാം, അന്വേഷിക്കാം. എനിക്കൊരു ജമാഅത്തുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെന്തൊക്കെയാണ് മക്കളെ വിശേഷം? മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മഴ ചെറുതായിട്ട് ഇവിടെ ചാറുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ നമ്പറെല്ലാം ഇട്ടത് ഉടായ്പ കൊണ്ടല്ല, കറക്റ്റ് കാര്യങ്ങൾ തിരക്കാനും അന്വേഷിക്കാനാണ് എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടത്. അതെനിക്കൊരു ഇടങ്ങേറായിട്ടുമില്ല കേട്ടോ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ബാഡൊക്കെ പറഞ്ഞു, അതൊന്നും ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കണില്ല. യൂട്യൂബ് ചാനൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അൽഹംദുലില്ലാ സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികളും ഞാനും. കാരണം എന്ന് വെച്ചാൽ എന്നെ ഒന്നും അറിഞ്ഞുകൂടാത്ത എന്നെ ഇവിടം വരെ എൻ്റെ വീട് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ റബ്ബിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ നബി മുത്തുനബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം നമ്മൾ പിൻപറ്റണം. നബിയെ നമ്മൾ കണ്ടിട്ടുണ്ടാ? ഇല്ല. അതുപോലെ ഓരോരുത്തർ കാണാതെയാണ് ഓരോരുത്തരെ സഹായിക്കുന്നത്. അത് എല്ലാം അറിഞ്ഞിട്ടല്ല. പിന്നെ അത്രയും ദൂരം തൃശ്ശൂരിൽ നിന്ന് ഇത്താക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല. ഇത്താക്ക് എല്ലാവരും ദുആ ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. അവരെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഹൈറാക്കട്ടെ. എനിക്ക് ഇത്ത ഉദ്ദേശിച്ചിട്ട് ഒരു കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. എനിക്കിപ്പോൾ ലക്ഷങ്ങളൊന്നും അങ്ങ് കിട്ടിയിട്ടില്ല. എൻ്റെ വീട് കിടന്ന് ഇങ്ങനെ ആവണേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കെല്ലാം. എൻ്റെ ബന്ധുക്കളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഒരാളെ പൈസ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യണം. എന്നെ എന്തെങ്കിലും രീതിയിൽ അറിയാൻ പറ്റുന്നവർക്ക് ഒന്ന് അറിയണം. എനിക്ക് കുടുംബത്തിലൊരു നാഥൻ എന്ന് പറയുന്നത് എനിക്കൊരു ഉപ്പയുണ്ട്. വയ്യാണ്ടിരിക്കണമെങ്കിലും എനിക്കൊരു ഉപ്പാന്ന് വിളിച്ചിട്ട് ഉമ്മാന്ന് വിളിച്ചിട്ട് കയറിപ്പോൾ എനിക്കൊരാളുണ്ട്. പിന്നെ എനിക്ക് സഹോദരങ്ങളുണ്ട്. ആരും എന്നെ കളഞ്ഞിട്ടേക്കേ അല്ല. പിന്നെ അവരൊക്കെ എല്ലാം സാമ്പത്തികമായിട്ട് കുറച്ച് ബേക്കിലോട്ടാണ്. അവരെ പണ്ട് പായ കപ്പല് കയറിക്കൊണ്ടേ വിടാം അടഞ്ഞല്ലോ മാലിക്കും ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൻ സന്ദേശം കൊണ്ട് പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അത് കേട്ട് പെരുമാളിൽ മനസ്സകം തെളിഞ്ഞു. പതിയത് കൊടുങ്ങല്ലൂർ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അത് കേട്ട് പെരുമാളിൽ മനസ്സകം തെളിഞ്ഞു. ഷഹാദത്തോതി മണ്ണിൽ തെളിഞ്ഞു ജ്യോതി. ഷഹാദത്തോതി മണ്ണിൽ തെളിഞ്ഞു ജ്യോതി. പണ്ട് പായ കപ്പല് കയറിക്കൊണ്ടേ വിടമിൽ അടഞ്ഞല്ലോ മാലിക്കും ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. അല്ലാഹ്
അപ്പോൾ പാടിക്കൊണ്ടിരുന്നപ്പോഴും തല കുത്തി വലിക്കുന്നുണ്ട്. ഓവർ സൗണ്ടൊന്നും കേൾക്കാൻ വയ്യ. 2 ദിവസം കൊണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് മരം മുറിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സൗണ്ട്, മിഷ്യന്മാരുടെ സൗണ്ട്, JCB എല്ലാം കൂടെ വന്നപ്പോൾ എനിക്കങ്ങ് പ്രശ്നം. ഇന്ന് തോട്ടത്തിൽ ചെന്നിട്ട് ഉള്ളതൊക്കെ തലവേദന വരുത്തല്ലേ പടച്ചോനേന്നും പറഞ്ഞിട്ടാണ് നിന്നത്. പൊടി മോനെയും കൊണ്ടാണ് പോയത്. കാരണം എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ, തലയിറക്കോ എല്ലാം സംഭവിച്ചു പോയാൽ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, ആരെങ്കിലും വിളിക്കണേ, തൊട്ടപ്പുറത്ത് തൊഴിലുറപ്പ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ മൊബൈൽ കൊണ്ടുപോകില്ല തോട്ടത്തിൽ പോകുമ്പോഴേ. പിന്നെന്താണ് മക്കളെ വിശേഷങ്ങൾ? തലവേദന മാറാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വയ്യ മക്കളെ.